ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗും ഗുരുഭ്യോ നമഃ. Today I will be giving two videos, one about Lalita Sahasranamam and the other one is tips for good health. This video is in two languages, English and Malayalam. ഇന്ന് രണ്ട് വീഡിയോ ഞങ്ങളുടെ ചാനലിൽ കൂടി കൊടുക്കുന്നുണ്ട്. ഒന്ന് ലളിതാ സഹസ്രനാമവും അതിൻ്റെ അർത്ഥവും മലയാളത്തിൽ, പിന്നെ ടിപ്സ് ഫോർ ഗുഡ് ഹെൽത്ത് അതും മലയാളത്തിൽ. രണ്ട് ലാംഗ്വേജിൽ നിന്ന് കൊടുക്കും, ഇംഗ്ലീഷ് മലയാളം. അതാണ്. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. ലളിതാ സഹസ്രനാമത്തിൽ 16 നാമങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് 17, 18, 19, 25 നാമങ്ങൾ. മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷക. ഓം മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷകായൈ നമഃ. ഓം വദനസ്മരമാംഗല്യഗൃഹതോരണചില്ലികായൈ നമഃ. ഓം വക്ത്രലക്ഷ്മീപരിവാഹചലന്മീനാഭലോചനായൈ നമഃ. ഓം നവചമ്പകപുഷ്പാഭനാസാദണ്ഡവിരാചിതായൈ നമഃ. ഓം താരകാരിതിരസ്കാരിനാസാഭരണഭാസുരായൈ നമഃ. ഇതാണ് 5 നാമങ്ങൾ. ദ ഫസ്റ്റ് നാമ ഈസ് മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ദേവിയുടെ മുഖത്തിൽ ദേവി നെറ്റിയിൽ കസ്തൂരി തിലകം അണിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. The English meaning I am trying to tell, but it is very difficult to find equal words in English. For Sanskrit, finding equal words in English is little difficult. Still, I will try it. Mukhachandra Kalankamba Mrikanabi Visheshaka. Here, Devi, Lalita Tripurasundari Devi's face is compared to full moon. In her face, in her forehead, she is wearing Kasturi Tilaga. Mukhachandra Kalankamba Mrikanabi Visheshaka. വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക. ദേവിയുടെ ഐബ്രോസ്, അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഹിയർ ദിസ് പർട്ടിക്കുലർ നാമ ഈസ് ഡിസ്ക്രൈബിംഗ് അബൌട്ട് ഹെർ ഐബ്രോസ്. മുഖചന്ദ്ര വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക. വക്ത്രലക്ഷ്മീ പരിവാഹ ചലന്മീനാഭലോചന. ദേവിയുടെ തുടിക്കുന്ന കണ്ണുകളെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന കണ്ണുകളെ, അതായത് ഒരു ജലാശയത്തിലെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് പോലെ ദേവിയുടെ കണ്ണുകൾ സദാ ചലിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ദ മീനിങ് ഓഫ് ദിസ് പർട്ടിക്കുലർ ശ്ലോക: വക്ത്രലക്ഷ്മി പരിവാഹ ചലന്മീനാഭലോചന. അബൌട്ട് her eyes, which is moving always in both the directions, like a fish swimming in the water. Next, Nava Chambaka Pushpamba Nasadanda Virachida. ദേവിയുടെ നാസികയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നവചമ്പക, പുതിയതായി വരുന്ന ചമ്പകപ്പൂവിൻ്റെ നിറമുള്ള ഭംഗിയുള്ള നാസിക. നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത. Here it is described about the beautiful nose of Lalita Tripurasundari Mata. It is sparkling. It is having very good, just like a newly flowered chambaka flower, that yellow color flower. Her nose is compared to that particular flower. Tharakandi Tiraskari Nasabarana Basura.
നാസാഭരണം, ഓർണമെൻറ്റ്, മൂക്കിൽ അണിയുന്ന ആഭരണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അതായത് താരാകാന്തി, നക്ഷത്ര സമൂഹങ്ങളെ വെല്ലുന്ന ശോഭയുള്ള കർണാഭരണം, നാസാഭരണങ്ങൾ ദേവി അണിഞ്ഞിരിക്കുന്നു. ലളിതാ ത്രിപുരസുന്ദരി മാതാ ഈസ് വിയറിംഗ് nasal ornaments which is shining more than the shining stars. So I have tried to explain in English. I don't know how far it is clear. Still, please try to by heart all the Lalita Sahasranama shlokas, daily recite it 3-4 times. Then it is very helpful for a happy life. നല്ലൊരു സന്തോഷം നിറഞ്ഞ ജീവിതം നമുക്ക് പ്രദാനം ചെയ്യും ദേവി ലളിതാ സഹസ്രനാമം ദിവസം ഉരുവിടുന്നത് കൊണ്ട്. അപ്പോൾ ഈ 21 നാമങ്ങൾ നിത്യം ഉരുവിടുക. സോ പ്ലീസ് ട്രൈ ടു സീ മൈ പ്രീവിയസ് വീഡിയോസ്. സോ ടോട്ടലി 21 ദിവ്യനാമാസ് I have described. Kindly go through, make it by heart, recite it daily. Now we will go for the tips for good health. നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയുള്ള ടിപ്സാണ് പറയാൻ പോകുന്നത്. നമ്മളുടെ ദേഹത്തിൽ 108 എനർജി പോയിൻറ്റ്സ് ഉണ്ട്. ആ എനർജി പോയിൻറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഇതാണ് ടിപ്സ് ഫോർ ഗുഡ് ഹെൽത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഐ ആം ട്രൈയിങ് ടു എക്സ്പ്ലെയിൻ ഈസ് വി ആർ ഹാവിങ് 108 എനർജി പോയിൻറ്റ്സ് ഇൻ അവർ ബോഡി. വി ഹാവ് ടു ആക്ടിവേറ്റ് ദം. സോ വി വിൽ ഗെറ്റ് വെരി ഗുഡ് ഹെൽത്ത്. Today's tips is for our blood pressure, for a normal blood pressure. So this I will explain. ഇന്നത്തെ വീഡിയോ ഒരു നോർമൽ ബ്ലഡ് പ്രഷറിന് വേണ്ടിയിട്ടുള്ളതാണ്. ചിലവർക്ക് ബ്ലഡ് പ്രഷർ എപ്പോഴും 140 മേലെ ആയിരിക്കും. അങ്ങനെയുള്ളവരും ബ്ലഡ് പ്രഷർ ഇല്ലാത്തവരും ഇത് ട്രൈ ചെയ്യാം. അവരുടെ ബ്ലഡ് സർക്കുലേഷൻ ശരിയായി നടക്കും. സോ ദിസ് എക്സർസൈസ് വിൽ ഗീവ് very good blood circulation and a normal blood pressure. So I will show now how to press. So our fingers, 4 fingers are divided into 3 parts. In between there are 2 lines. Upper portion 1 line, middle portion 1 line, down portion. Each finger is divided like that. നമ്മളുടെ 4 വിരലുകൾ, തള്ളവിരൽ അല്ലാതെയുള്ള 4 വിരലുകൾ 3 ഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ ഭാഗത്തിലും 3 പ്രാവശ്യം പ്രസ് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും മന്ത്രം പറഞ്ഞ് പ്രസ് ചെയ്താൽ ആ മന്ത്രശക്തി കൂടെ നമുക്ക് ലഭിക്കും. ഞാനിന്ന് ഗം ഗണപതയേ നമഃ എന്ന് പറയാം. ഗം ഗണപതയേ എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ആ ചെറുവിരലിൻ്റെ മുകൾ ഭാഗം പ്രസ് ചെയ്യുക. പ്ലീസ് പ്രസ് ദ അപ്പർ പോർഷൻ ഓഫ് യുവർ ലിറ്റിൽ ഫിംഗർ ബൈ ചാണ്ടിങ് ഗണപതി മന്ത്ര. സോ ദിസ് ഗണപതി മന്ത്ര വൈബ്രേഷൻ വിൽ ആഡ് more energy to us. 3 പ്രാവശ്യം പ്രസ് ചെയ്യുക തള്ളവിരൽ കൊണ്ട്. ഗം ഗണപതയേ നമഃ. സെക്കൻഡ് ടൈം ഗം ഗണപതയേ നമഃ. ഗം ഗണപതയേ നമഃ. മിഡിൽ പോർഷൻ ഗം ഗണപതയേ നമഃ. ഗം ഗണപതയേ നമഃ. ഗം ഗണപതയേ നമഃ. ഡൗൺ പോർഷൻ ഗം ഗണപതയേ നമഃ. ഗം ഗണപതയേ നമഃ. ഗം ഗണപതയേ നമഃ. 4 fingers in the right hand, 4 fingers in the left hand. 4 വിരലുകൾ വലതു കൈയിലും 4 വിരലുകൾ ഇടതു കൈയിലും ഇങ്ങനെ പ്രസ് ചെയ്യുക. ഒരുപാട് പ്രഷർ കൊടുക്കരുത്. മീഡിയം പ്രഷർ കൊടുത്താൽ മതി. ഡോണ്ട് ഗിവ് ടു മച്ച് ഓഫ് പ്രഷർ. പ്ലീസ് ഗിവ് നോർമൽ പ്രഷർ. സോ 72 times we will be chanting this mantra. Totally 72 times we will be pressing our fingers. These fingers are the excellent energy points in our body. This exercise will regulate our BP and will help for the ഈസി ബ്ലഡ് സർക്കുലേഷൻ. ഈ എക്സർസൈസ് നമ്മളുടെ ബ്ലഡ് പ്രഷറെ നോർമലിൽ കൊണ്ടുവന്ന് നമ്മളുടെ രക്തചംക്രമണത്തെ ശരിയായ രീതിയിൽ നമുക്ക് നൽകും. ഇതാണ് ഈ എക്സർസൈസിൻ്റെ
ഉദ്ദേശം. അതായത് ഇത് നൽകുന്ന റിസൾട്ട് അതാണ്. നല്ല ബ്ലഡ് പ്രഷർ, നല്ല ബ്ലഡ് സർക്കുലേഷൻ. ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല റിസൾട്ട് ഞങ്ങളുടെ ഫോണിൽ കൂടി വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് we will be very happy. Please try to share this video to your friends and relatives. If you like, please indicate your will like in the video itself, so it will be a motivation for us. So next week we will be giving the subsequent namas or Lalita Sahasranamam and another effective tip for a good health. Go through all these things, understand, listen to it, implement in your life for both your physical health, improving your physical health and also improving your spiritual life. Thank you all.